ബി.ജെ.പിയിൽ തലമുറ മാറ്റം. ജെൻസി കാലഘട്ടത്തിൽ ഒരു യുവാവിനെ തന്നെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റാക്കി അത്ഭുതങ്ങൾ കാട്ടുകയാണ് ബി.ജെ.പി. ഈ പാർട്ടിക്ക് അല്ലാതെ വേറൊരു പാർട്ടിക്ക് എങ്ങനെ ഇത്തരത്തിൽ ചടുലമായ നീക്കങ്ങൾ നടത്താൻ കഴിയും? ബി.ജെ.പിയെ നോക്കി അന്തം വിടുകയാണ് രാജ്യത്തെ കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികളും. 45 വയസ്സുകാരനായ നിതിൻ നബീൻ, ആ നിതിൻ നബീൻ ഇന്ന് ഡൽഹിയിലെ ബി.ജെ.പി ആസ്ഥാനത്തെത്തി ദേശീയ വർക്കിംഗ് പ്രസിഡന്റിന്റെ ചുമതലയേറ്റു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം നിലവിലെ ബി.ജെ.പി അധ്യക്ഷൻ ജെ.പി നദ്ദ അടക്കം പൂമാലയിട്ടാണ് നിതിൻ നബീനെ സ്വീകരിച്ചത്. ബീഹാർ എന്ന ബി.ജെ.പിക്ക് അത്രയൊന്നും വലിയ വേരോട്ടമില്ലാത്ത ഒരു മണ്ണിൽ നിന്ന് അപ്രതീക്ഷിതമായി ബി.ജെ.പി തെരഞ്ഞെടുത്ത ഒരു ദേശീയ അധ്യക്ഷനാണ്, വർക്കിംഗ് പ്രസിഡന്റാണ് നിതിൻ നബീൻ. ഒരു ഘട്ടത്തിലും ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷന്റെ പട്ടികയിൽ ഒരിക്കൽ പോലും ഈ പേര് ഉയർന്നു കേട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. 2005 തന്റെ 26ാമത്തെ വയസ്സിൽ MLA സീറ്റിൽ മത്സരിച്ച് വിജയിച്ച ഒരു നേതാവ്, മുതിർന്ന ബി.ജെ.പി നേതാവ് നബീൻ കിഷോർ സിൻഹയുടെ മകൻ, പിന്നീട് 4 തിരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായുള്ള ബീഹാറിലെ വിജയം, നിലവിൽ ബീഹാറിലെ മന്ത്രിസ്ഥാനം വഹിക്കുന്ന വ്യക്തി, ആ വ്യക്തിയെ ബി.ജെ.പി ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്വീകരിക്കുന്നു. RSSന്റെ കൂടി താല്പര്യമാണ് നിതിൻ നബീന്റെ ഈ പുതിയ സ്ഥാനാരോഹണത്തിന് പിന്നിൽ എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഒരു പുതുമുഖത്തെ 45 വയസ്സുകാരനായ ഒരു വ്യക്തിയെ ബി.ജെ.പി അടുത്ത പതിറ്റാണ്ടിലെ ബി.ജെ.പിയുടെ അധ്യക്ഷനാക്കി മാറ്റുകയാണ്. ഈ വരാനിരിക്കുന്ന 2026 മുതലുള്ള കാലഘട്ടം നിതിൻ നബീൻ്റെതായിരിക്കാം. 2019 ഇത്തരത്തിലൊരു അപ്രതീക്ഷിത നീക്കത്തിലൂടെയാണ് ജെ.പി നദ്ദയെ ബി.ജെ.പി ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. അന്നാദ്യം 2019 ജെ.പി നദ്ദയെ വർക്കിംഗ് പ്രസിഡന്റാക്കി മാറ്റുകയായിരുന്നു. 6 മാസങ്ങൾക്ക് പിന്നാലെ ജെ.പി നദ്ദയെ ദേശീയ അധ്യക്ഷനാക്കി. ഇപ്പോൾ ജെ.പി നദ്ദയ്ക്ക് വലിയ ചുമതലകൾ മറ്റനവധിയുണ്ട്. അപ്പോൾ നിതിൻ നബീൻ സ്വാഭാവികമായും ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റ് ആകുന്നു. വരുന്ന 2026 ജനുവരി മാസം മുതൽ നിതിൻ നബീൻ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനായി മാറുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എത്രമാത്രം ഞെട്ടിപ്പിക്കുന്നതാണ് ഈ പാർട്ടി എന്ന് നമ്മൾ ഓർക്കണം. ഈ പാർട്ടി മറ്റൊരു പാർട്ടിയുമായി ഇതിനെ താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല. ഈ പാർട്ടി എന്തൊക്കെ തീരുമാനിക്കുന്നു എന്നുള്ളത് ആർക്കും മുൻകൂട്ടി കണക്കാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾ നോക്കൂ, ഒരു നേതാക്കന്മാരുടെ എത്ര വലിയ നിരയാണുള്ളത്. തിരിച്ച് നിങ്ങൾ കോൺഗ്രസിനെയോ അല്ലെങ്കിൽ മറ്റേ ഇന്ത്യ മുന്നണിയിലെ മറ്റേതെങ്കിലും ഒരു പാർട്ടിയെ നോക്കൂ, 1 or 2 പേർ. അത് കഴിഞ്ഞാൽ തലമുറ മാറ്റമില്ല, കുടുംബ വാഴ്ച മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ഇപ്പുറത്ത് ബി.ജെ.പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്ത് നോക്കൂ, എത്രയോ തലമുറ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. 1ാം നിര, 2ാം നിര, 3ാം നിര, 4ാം നിര വരെയുള്ള നേതാക്കന്മാരെ വാർത്തെടുത്തിരിക്കുന്നു ഈ പാർട്ടി. അതിന് കാസർഗോഡ് മുതൽ അങ്ങ് കന്യാകുമാരി മുതൽ അങ്ങ് ജമ്മു കശ്മീർ വരെയുള്ള പ്രദേശത്തെ ആളുകൾക്ക് പ്രാതിനിധ്യം കൊടുത്തിരിക്കുന്നു. ഓരോ കാലഘട്ടത്തിലും ഓരോ സംസ്ഥാനങ്ങളിൽ നിന്ന് ഓരോ മേഖലകളിൽ നിന്ന് ഓരോ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് രാജ്യത്തെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും, രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളിലുള്ള ജനങ്ങൾക്കും അർഹതപ്പെട്ട സ്ഥാനം, അംഗീകാരം കൊടുക്കുകയാണ് ബി.ജെ.പി. ഏറ്റവും നിർണായകമായ ഒരു നീക്കമാണ് ബി.ജെ.പി നടത്തിയിരിക്കുന്നത്. ഒരിക്കലും മാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്യുന്ന നിതിൻ നബീനെ ഒരിക്കലും ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്കോ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്കോ ഒരിക്കലും പരിഗണിക്കപ്പെട്ട ഒരു പേരായിരുന്നില്ല. വളരെ അപ്രതീക്ഷിതമായിരുന്നു നിതിൻ നബീൻ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത്. ബി.ജെ.പി പാർലമെന്ററി ബോർഡ് യോഗം ചേർന്നാണ് നിതിൻ നബീനെ ഈ സ്ഥാനത്തേക്ക് നിയമിക്കാൻ തീരുമാനിച്ചത്. നിലവിൽ ബീഹാർ സർക്കാരിൽ പൊതുമരാമത്ത്, നഗരവികസനം എന്നീ വകുപ്പുകളുടെ മന്ത്രിയാണ്. 4ാം വട്ടം MLA ആയി വിജയിച്ച നിതിൻ നബീൻ 2019 ആദ്യം ദേശീയ വർക്കിംഗ് പ്രസിഡന്റായ ശേഷമാണ് ജെ.പി നദ്ദ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത്. അതേ നീക്കത്തിലൂടെയാണ് നിതിൻ നബീനെയും ഇപ്പോൾ ദേശീയ വർക്കിംഗ് പ്രസിഡന്റാക്കി എത്തിയിരിക്കുന്നത്. നദ്ദ തൽക്കാലം ദേശീയ പ്രസിഡന്റ് തന്നെയായിരിക്കും. എന്നാൽ അധികം വൈകാതെ നദ്ദ സ്ഥാനമൊഴിയും. നിതിൻ നബീൻ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനായി തീരും. ആലോചിച്ച് നോക്കണം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയുടെ തലതൊട്ടപ്പനായി മാറുകയാണ് നിതിൻ നബീൻ എന്നൊരു ചെറുപ്പക്കാരൻ.
യുവാക്കൾ BJP-യിൽ നിന്ന് അകലുന്നു എന്നുള്ള ചില സൂചനകൾ വന്ന ഘട്ടത്തിലാണ് നിതിൻ നബീനെ BJP തിരഞ്ഞെടുക്കുന്നത്. ഏറ്റവും നിർണായകമായ ഒരു നീക്കത്തിലൂടെ RSSന്റെ കൂടി താല്പര്യത്തോടു കൂടി നിതിൻ നബീനെ BJP ദേശീയ വർക്കിംഗ് പ്രസിഡന്റാക്കി മാറ്റുന്നു. അധികം വൈകാതെ BJP-യുടെ ദേശീയ അധ്യക്ഷനായി തീരുകയും ചെയ്യും. 2006-ൽ 26-ാം വയസ്സിൽ ആദ്യമായി നിയമസഭാ ടിക്കറ്റിൽ വിജയിച്ച് പട്ന വെസ്റ്റ് മണ്ഡലത്തിൽ നിന്നും ആദ്യമായി വിജയിച്ചു കയറിയ ആളാണ് നിതിൻ നബീൻ. പിന്നീട് 3 തവണയായി വീണ്ടും അദ്ദേഹം MLA ആയിരിക്കുന്നു, നിലവിൽ മന്ത്രിയായിരിക്കുന്നു. വലിയൊരു BJP രാഷ്ട്രീയ പശ്ചാത്തലമുള്ള വ്യക്തിയാണ് നിതിൻ നബീൻ. അച്ഛൻ വളരെ സീനിയർ ആയിട്ടുള്ള BJP നേതാവ് നബീൻ കിഷോർ സിൻഹയാണ്. അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്നുകൊണ്ട് BJP-യിൽ പ്രവർത്തിക്കുന്നു, യുവമോർച്ചയിൽ പ്രവർത്തിക്കുന്നു, ABVP-യിൽ പ്രവർത്തിക്കുന്നു. ഒടുവിൽ RSSന്റെ മുഴുവൻ സമയ പ്രവർത്തനമായി നിരവധി വർഷങ്ങൾ അദ്ദേഹം പ്രവർത്തിച്ചു. RSSന്റെ കൂടി താല്പര്യത്തോടു കൂടിയാണ് ഇപ്പോൾ നിതിൻ നബീനെ BJP-യുടെ ദേശീയ അധ്യക്ഷനാക്കിയിരിക്കുന്നത്. നമുക്കറിയാം JP നദ്ദ 2019 വന്നത് ഇത്തരത്തിൽ തന്നെയാണ്. നദ്ദയ്ക്ക് പിന്നെ 2025-ൽ നിതിൻ നബീൻ BJP-യുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി മാറിയിരിക്കുന്നു. തലമുറ മാറ്റത്തിന് BJP വലിയ തീരുമാനമെടുത്തിരിക്കുന്നു. BJP-യിൽ തലമുറ മാറ്റം ഉണ്ടായിരിക്കുന്നു. നരേന്ദ്രമോദിക്ക് പിൻഗാമിയായി, അമിത്ഷായ്ക്ക് പിൻഗാമിയായി, രാജ്നാഥ് സിംഗിന് പിൻഗാമിയായി, JP നദ്ദയ്ക്ക് പിൻഗാമിയായി ഇതാ നിതിൻ നബീൻ എന്ന ബീഹാറിൽ നിന്നുള്ള 45-കാരൻ എത്തുകയാണ് എന്നതാണ് ഏറ്റവും നിർണായകമായ വിവരം. ഇവിടെ കുടുംബവാഴ്ചയിൽ തലനരച്ച ആളുകൾ മാത്രം മതി എന്ന് ചിന്തിക്കുന്ന കോൺഗ്രസിനിടയിലേക്കാണ് BJP നിതിൻ നബീൻ എന്ന ഒരു ചെറുപ്പക്കാരനെ അവതരിപ്പിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നിതിൻ നബീനെ ഒരിക്കലും BJP-യുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്കോ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്കോ ഒരിക്കലും പരിഗണിക്കപ്പെട്ട ഒരു പേരായിരുന്നില്ല. വളരെ അപ്രതീക്ഷിതമായിരുന്നു നിതിൻ നബീൻ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത്. BJP പാർലമെന്ററി ബോർഡ് യോഗം ചേർന്നാണ് നിതിൻ നബീനെ ഈ സ്ഥാനത്തേക്ക് നിയമിക്കാൻ തീരുമാനിച്ചത്. നിലവിൽ ബീഹാർ സർക്കാരിൽ പൊതുമരാമത്ത്, നഗരവികസനം എന്നീ വകുപ്പുകളുടെ മന്ത്രിയാണ്. 4ാം വട്ടം MLA ആയി വിജയിച്ച നിതിൻ നബീൻ 2019-ൽ ആദ്യം ദേശീയ വർക്കിംഗ് പ്രസിഡന്റായ ശേഷമാണ് JP നദ്ദ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത്. അതേ നീക്കത്തിലൂടെയാണ് നിതിൻ നബീനെയും ഇപ്പോൾ ദേശീയ വർക്കിംഗ് പ്രസിഡന്റാക്കി എത്തിയിരിക്കുന്നത്. നദ്ദ തൽക്കാലം ദേശീയ പ്രസിഡന്റ് തന്നെയായിരിക്കും. എന്നാൽ അധികം വൈകാതെ നദ്ദ സ്ഥാനമൊഴിയും. നിതിൻ നബീൻ BJP-യുടെ ദേശീയ അധ്യക്ഷനായി തീരും. ആലോചിച്ച് നോക്കണം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയുടെ തലതൊട്ടപ്പനായി മാറുകയാണ് നിതിൻ നബീൻ എന്നൊരു ചെറുപ്പക്കാരൻ. യുവാക്കൾ BJP-യിൽ നിന്ന് അകലുന്നു എന്നുള്ള ചില സൂചനകൾ വന്ന ഘട്ടത്തിലാണ് നിതിൻ നബീനെ BJP തിരഞ്ഞെടുക്കുന്നത്. ഏറ്റവും നിർണായകമായ ഒരു നീക്കത്തിലൂടെ RSSന്റെ കൂടി താല്പര്യത്തോടു കൂടി നിതിൻ നബീനെ BJP ദേശീയ വർക്കിംഗ് പ്രസിഡന്റാക്കി മാറ്റുന്നു. അധികം വൈകാതെ BJP-യുടെ ദേശീയ അധ്യക്ഷനായി തീരുകയും ചെയ്യും. 2006-ൽ 26-ാം വയസ്സിൽ ആദ്യമായി നിയമസഭാ ടിക്കറ്റിൽ വിജയിച്ച്